അപ്പോൾ ഈ വീടിന് സെപ്പറേറ്റായിട്ട് ഒരു അടുക്കള നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇടുകയും അതിനുശേഷം 2 ഡോറുകൾ പണിയുകയും ചെയ്യണം. അതാണ് ഇന്നത്തെ വർക്ക്. പകുതി കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ റൂഫ് അടിക്കണം. ഒറ്റ ഒരു കട്ടയാണ്. പിന്നെ ഈ ഭാഗത്ത് ഒരു ഗ്രില്ലും കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനെടുത്തിരിക്കുന്ന സ്ക്വയർ ട്യൂബ് 2 സ്ക്വയർ ട്യൂബാണ്. ഒരു 4 ട്രസ് കൊടുക്കുകയും ഒരു 4 ഫർലൈനും പിന്നെ ഒരു 4 ഷീറ്റ്, ഇതാണ് മേച്ചിലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്രില്ല് പണിയാനായിട്ട് 2 സ്ക്വയർ ട്യൂബാണ്. അത് 2.5 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ആ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബീമിന് ഇച്ചിരി നീളക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് 2 സ്ക്വയർ ട്യൂബ് ചേർത്ത് വെച്ച് വെൽഡ് ചെയ്ത് ചെറിയൊരു തരികിട പണി ചെയ്യുകയാണ്. ഫസ്റ്റ് ബീമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്ക് ഭാഗത്തായിട്ട് നമ്മൾ ഹാങ്കർ ബോൾട്ട് ടൈറ്റ് ചെയ്താണ്, പ്ലാഞ്ച് വെച്ചിട്ട് ഹാങ്കർ ബോൾട്ട് ടൈറ്റ് ചെയ്ത് ഓരോ ട്രസ്സും പിടിപ്പിക്കും. ഇപ്പോൾ 2 ട്രസ്സാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ബാക്കിൽ പ്ലാഞ്ച് പിടിപ്പിച്ച് അതിൽ നിന്നാണ് ഇത് സ്ലോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കട്ടയ്ക്കകത്ത്. അപ്പോൾ അതിൻ്റെ മേളിൽ കറക്റ്റായിട്ടങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ ബീമും സെറ്റ് ചെയ്യുന്നത് 2 ആങ്കർ ബോൾട്ടിലാണ്. പിന്നെ മൊത്തത്തിലൊരു ഗ്രില്ല് വരുന്നതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും. ഇതിൻ്റെ പുറം ഭാഗം പൂശിയിട്ടുണ്ട്. ഇനി അകം ഭാഗം പൂശണമെങ്കിൽ നമ്മൾ ഈ ട്രസ്സ് പണി 4 ഫർലൈനും എല്ലാം ഓട്ടിച്ച് ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഗ്രില്ല് ഈ ഷീറ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഗ്രില്ല് ചെയ്യുകയാണ്. ഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മുകൾ ഭാഗം വെൽഡ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രില്ലിൻ്റെ മോഡൽ. ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ഗ്രില്ല് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രില്ല് ഷീറ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഗ്രില്ലെല്ലാം ഫിനിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പണി എളുപ്പമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗ്രൈൻഡിങ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഭാഗമാണിത്. 4 ഫർലൈൻ, ഒരു 4 ട്രസ്സ്, ഒരു 10 അടി ഷീറ്റാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ജിന്താളിൻ്റെ ഷീറ്റാണ്. ഇവിടെ 2 ഷീറ്റ് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ഒരു പാർട്ടീഷനായിട്ട് ഒരു വർക്ക് ഏരിയ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലവ് വളരെ കുറവായിരിക്കും. ഇതുപോലെ ഷീറ്റൊക്കെ അടിച്ച് സൈഡിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഗ്രില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല എയർ സർക്കുലേഷനും കിട്ടും, ചിലവ് കുറച്ച് നിർമ്മിക്കാനും കഴിയും. അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതിന് ചിലവായ
തുകയും കാര്യങ്ങളും എല്ലാം ഞാൻ അതിലൂടെ പറയുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഷീറ്റെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. സൈഡ് ഒക്കെ കുറവാണ് ഇവർക്ക്, മാക്സിമം നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. ഭാഗം നോക്കുമ്പം ഇതുപോലെ നല്ല വൃത്തിയായിരിക്കും, നല്ല എയർ സർക്കുലേഷനും എല്ലാം കിട്ടും. ഇതേ സ്ക്വയർ ട്യൂബിൽ തന്നെ നമ്മൾ ഡോറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡോറെല്ലാം ഫിനിഷ് ചെയ്ത് 2 ഭാഗത്തായിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഓടാമ്പലൊക്കെ കൊടുത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് പുറത്തോട്ട് തുറക്കാൻ കഴിയും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെടുക. പിന്നെ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമാകട്ടെ ഈ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.